നമസ്കാരം. A4 ആൾ ഗുഡ് ഇംഗ്ലീഷിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 5ലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ പേര്, ജോലി, ബന്ധം തുടങ്ങിയവ ചോദിക്കാൻ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു പുതിയ ക്വസ്റ്റ്യൻ ഫോർമാറ്റുമായി വന്നിരിക്കുകയാണ്. നമുക്ക് തുടങ്ങാം. ഒരു വ്യക്തിയുടെ സ്വഭാവവും അവസ്ഥയും എന്താണെന്ന് ചോദിച്ചറിയാനുള്ള ചോദ്യമാണ് അടുത്തത്. ലോകത്തുള്ള ഏത് വ്യക്തിയുടെ കാര്യവുമാണെങ്കിലും ഈ ചോദ്യത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ്, പുള്ളിയുടെ അവസ്ഥ, പുള്ളിയുടെ സാമ്പത്തിക ചുറ്റുപാട് അല്ലെങ്കിൽ മറ്റു കാര്യം എങ്ങനെയാണെന്ന് അറിയാനുള്ള ചോദ്യം. സാധാരണ ഈ കല്യാണ ആലോചനയൊക്കെ വരാൻ നേരത്ത് വധുവിൻ്റെ വരൻ്റെ ആൾക്കാരെ എൻക്വയറി നടത്താറുണ്ട്. പയ്യൻ ആളെങ്ങനെയാണ്, പയ്യൻ സൂപ്പറല്ലേ, നല്ല മര്യാദക്കാരനല്ലേ ചോദിക്കാറില്ലേ. അതുപോലെ പെൺകുട്ടി എങ്ങനെയാണ്, അവരുടെ സാമ്പത്തിക ചുറ്റുപാട് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറില്ലേ. അതിനു വേണ്ടിയുള്ള ചോദ്യമാണ്. നമുക്കപ്പോൾ ആ ചോദ്യത്തിലേക്ക് പോകും. അതായത് ഇതിന് എങ്ങനെയാണെന്ന് ചോദിക്കുന്നതിന് ഹൗ, HOW, ഹൗ എന്ന പദം ഉപയോഗിക്കുന്നത്. HOW, ഹൗ, എങ്ങനെ. അപ്പോൾ നമ്മുടെ ആ ഫോമാറ്റിലേക്ക് പോവുകയാണ്. ഞാൻ എങ്ങനെയാണ്, ഹൗ ആം ഐ. നമ്മൾ എങ്ങനെയാണ്, ഹൗ ആർ വി. നിങ്ങൾ എങ്ങനെയാണ്, ഹൗ ആർ യു. അവൻ എങ്ങനെയാണ്, ഹൗ ഈസ് ഹി. അവൾ എങ്ങനെയാണ്, ഹൗ ഈസ് ഷീ. ഒരു വ്യക്തി. പീറ്റർ എങ്ങനെയാണ്, ഹൗ ഈസ് പീറ്റർ. അവർ എങ്ങനെയാണ്, ഹൗ ആർ ദേ. ഹൗ ആർ ദേ എന്ന് അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ സാമ്പത്തിക ചുറ്റുപാട് എങ്ങനെയാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നാണ് സാരം. ഈ ചോദ്യ രീതിയിൽ നമുക്ക് ഈ വ്യക്തികളെ കൂടാതെ വസ്തുക്കൾക്കും ഈ ചോദ്യം നമുക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വസ്തുവിനെ കാണിച്ചുകൊണ്ട് ഇപ്പം ഇത് എങ്ങനെയാണ് ചോദിക്കുക. ഏതെങ്കിലും വസ്തുവിനെ ഇതെങ്ങനെയാണ്, ഒരു കമ്പ്യൂട്ടറിനെ ഇതെങ്ങനെയാണ് ചോദിക്കാമല്ലോ. അപ്പം ഹൗ ഈസ് ദിസ്. ദൂരെയുള്ള ഒരു വസ്തുവാണെങ്കിൽ അത് എങ്ങനെയാണ്, ഹൗ ഈസ് ദാറ്റ്. ഹൗ ഈസ് ദിസ്, ഹൗ ഈസ് ദാറ്റ്. ചൂണ്ടി ചോദിക്കാം ഒരു വസ്തുവിനെ. ഇത് മറ്റേ നമ്മൾ ചൂണ്ടാതെ വെറുതെ പറയുകയാണ്. ഇനി ഇത് എങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ ഹൗ ഈസ് ഇറ്റ്. അപ്പം ഇത് എങ്ങനെയാണ്, ഹൗ ഈസ് ദിസ്. അത് എങ്ങനെയാണ്, ഹൗ ഈസ് ദാറ്റ്. ചൂണ്ടി ചോദിക്കുമ്പോൾ ഹൗ ഈസ് ഇറ്റ്. ഓക്കെ, ഇത് ഏകവചനം, സിംഗുലർ. ഇനിയിപ്പോൾ ഇത് ബഹുവചനമാണെങ്കിലോ പ്ലൂറൽ ആണെങ്കിലോ കുറേ വസ്തുക്കളുണ്ട്. ഇവ എങ്ങനെയാണ്, ഹൗ ആർ ദീസ്, ഹൗ ആർ ദീസ്. അവ എങ്ങനെയാണ്, ഹൗ ആർ ദോസ്, ഹൗ ആർ ദോസ്. ഇനി ആ വസ്തുക്കൾ അത് ചൂണ്ടി ചോദിക്കുമ്പോഴോ ഹൗ ആർ ദേ, ഹൗ ആർ ദേ. നമ്മൾ അവർ എങ്ങനെയാണ് ചോദിച്ചു, ഹൗ ആർ ദേ ചോദിച്ചു. അത് സെയിം തന്നെയാണ് ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണെങ്കിലും ഹൗ ആർ ദേ, അതും സെയിം ആണ്. ദേ എന്ന് പറയുമ്പോൾ അവ, അവർ എന്നൊക്കെ അർത്ഥം വരാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ. ഞാൻ എങ്ങനെയാണ്, ഹൗ ആം ഐ. ഞങ്ങൾ എങ്ങനെയാണ്, ഹൗ ആർ വി. നിങ്ങൾ എങ്ങനെയാണ്, ഹൗ ആർ യു. അവൻ എങ്ങനെയാണ്, ഹൗ ഈസ് ഹി. അവൾ എങ്ങനെയാണ്, ഹൗ ഈസ് ഷീ. പീറ്റർ എങ്ങനെയാണ്, ഹൗ ഈസ് പീറ്റർ. അവർ എങ്ങനെയാണ്, ഹൗ ആർ ദേ. ഇത് എങ്ങനെയാണ്, ഹൗ ഈസ് ദിസ്. അത് എങ്ങനെയാണ്, ഹൗ ഈസ് ദാറ്റ്. ചൂണ്ടി ചോദിക്കുമ്പോൾ ഹൗ ഈസ് ഇറ്റ്. ഇവ എങ്ങനെയാണ്, ഹൗ ആർ ദീസ്. അവ എങ്ങനെയാണ്, ഹൗ ആർ ദോസ്. ചൂണ്ടി ചോദിക്കുമ്പോൾ ഹൗ ആർ ദേ. കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ സ്വഭാവവും അവസ്ഥയും ചോദിച്ചറിയാനുള്ള ചോദ്യം പ്രസന്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്നുണ്ട് പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ് വരും ക്ലാസ്സുകളിൽ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഔട്ട് ബൈ പ്രകാശ്. താങ്ക് യു.